ഡിയേഴ്സ്, ഇന്ന് വീണ്ടും വെളിയിലോട്ടൊന്ന് പോവാണ്. പുറത്ത് നല്ല മഴയുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഞാനൊരു വീഡിയോ ഇട്ടില്ലേ ഫാസിൽ ബാരിന്റെ ഫ്രണ്ടിങ് ഒരു സാധനം കഴിക്കാൻ, അവിടെ നമ്മൾ ഔട്ട്ലെറ്റിൽ പോയി കഴിക്കാൻ പോവാണ്. ഫാമിലി ഫുള്ളായിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അത് നമ്മൾ റെഡിയായിരിക്കുവാണ്. പക്ഷെ നല്ല കട്ട മഴയാണ്, കാണാൻ പറ്റിയതല്ലേ. അതായത് നല്ല മഴയാണ്. ഈ മഴ ഒന്നും തോന്നിട്ടിറങ്ങാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നപ്പോൾ മഴ തോന്നില്ലെങ്കിലും ഒറ്റ മൈൻഡ് പോകും. എല്ലാവരും കൂടെ പോകാനിറങ്ങിയ ദിവസം എന്തായാലും കൊള്ളാം. നല്ല മഴയും ഒടുക്കത്തെ ബ്ലോക്കും. പോത്തങ്കോട് വരെ എത്തിയതേ ഉള്ളൂ. ബ്ലോക്ക് കണ്ടിട്ട് എനിക്ക് തിരിച്ചു പോയാലോ എന്ന് വരെ തോന്നി. എന്നിരുന്നാലും ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ ഒറ്റ മൈൻഡ് സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തത്. വണ്ടിക്കകത്തിരുന്ന് വിശേഷങ്ങളോട് വിശേഷമായിരുന്നു എല്ലാവരും. ഈ കൂട്ടത്തിൽ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ മിണ്ടാത്ത ഒരാളുണ്ട്. അതാരാന്ന് ഗസ് ചെയ്തൊന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ കൂട്ടത്തിൽ ആ പുള്ളി ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂല്ലേ? നമുക്ക് നോക്കാം. സാധാരണ രീതിയിലേക്ക് പോണം. വീട്ടിലൊക്കെ നിൽക്കുന്നതിൽ വെറുതെ ഒന്ന് സംസാരിക്കൂലേ? നമ്മളൊക്കെ എന്തോ ഒന്നുമില്ലായിരിക്കും. വീട്ടിൽ നിന്ന് വെറുതെ ഇങ്ങനെ സംസാരിച്ചുള്ള ഒരു അടുക്കളക്കകത്തുള്ള സീന ഒരു കുടുംബത്തിന്റെ. ക്യാമറ കണ്ടിട്ട് എവിടെ ക്യാമറ? ഞാൻ കണ്ടുപോലും. ഏകദേശം കഴക്കൂട്ടമൊക്കെ എത്താറായപ്പോഴാണ്. രാത്രിയാണ് ക്ലിയർ അല്ല. ഇവിടെ ഒന്നും മഴ കണ്ടിട്ട് പോലും ഇല്ല. ശാന്തിഗിരി പോത്തങ്കോട് ഭാഗത്ത് മാത്രമേ മഴയുണ്ടായിരുന്നുള്ളൂ. കഴക്കൂട്ടത്തൊക്കെ വന്നപ്പോഴത്തേക്ക് മഴ തുള്ളി പോലും ഇല്ല അവിടെ ഒന്നും. നമ്മൾ അങ്ങനെ ദേ ഫാസിൽ ബാൻഡിലെ ഔട്ട്ലെറ്റിലെത്തി. എല്ലാവരും അങ്ങോട്ട് നടന്ന് പൊക്കോണ്ടിരിക്കുവാണ്. നമ്മൾ വണ്ടി കടയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് പാർക്ക് ചെയ്തത്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കുന്നിൽ ഹൈപ്പറിലൊന്ന് കയറാനുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കടയുടെ ഓപ്പോസിറ്റ് പാർക്ക് ചെയ്തു. അതിനെന്താ? ഓരോ യാത്രയിലും ആരെങ്കിലും കളിയാക്കലും താറ്റലും ഒക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ അതിന്റെ ഒരു സ്റ്റെപ്പാണ് ഇപ്പൊ കഴിഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളത് അകത്തോട്ട് കയറി എന്ത് വേണം എന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. രണ്ടും തന്നെ മതിയാ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ കണ്ടിട്ടില്ലാത്ത കെബാബോ അങ്ങനെ എന്തോ ഒരു സാധനം പുതിയതായിട്ട് ഇവർ ലോഞ്ച് ചെയ്തതാണോ അതോ ഞാൻ കാണാത്തതാണോ എന്ന് അറിയത്തില്ല. അതൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും അതില്ല. പക്ഷെ മിസ്സായിപ്പോയി. അതെന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഫൈനലി 2 സാധനം ഓർഡർ ചെയ്തു. ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അകത്ത് സീറ്റ് ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നാണ് കഴിച്ചത്. ഇപ്പൊ നൈറ്റ് ലൈഫിനെല്ലാം ഇങ്ങനെയാണല്ലോ. പക്ഷെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമ്മുടെ സാധനം റെഡിയായി എന്നും പറഞ്ഞവർ വിളിച്ചു. അങ്ങനെ ഞാനും ഗുരുവന്ദനും ഒക്കെ പോയി അത് എടുത്തുകൊണ്ട് വരുവാണ്. 2 ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഞാൻ എപ്പോഴും കേക്ക് ബേസ് വരുന്നതാണ് ഓർഡർ ചെയ്തത്, മിൽക്ക് കേക്കിന്റെ. മറ്റേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ന്യൂട്ടല്ല പിസ്താഷ്യോ ഫ്ലേവറും ലോട്ടസ് ന്യൂട്ടല്ല ഫ്ലേവറുമാണ്. രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിസ്താഷ്യോ ന്യൂട്ടല്ല തന്നെയാണ്. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ഞാൻ അങ്ങ് തുടങ്ങി. പിന്നെ ഓരോരുത്തരായിട്ട് അറഞ്ചം മുറഞ്ചം മാറി മാറി കേക്കിന്റെ അടുത്ത് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അകത്താക്കി. പിന്നെ നമ്മുടെ മെയിൻ താരത്തിന് സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല. ഞാൻ കഴിക്കുന്ന വീഡിയോയും കൂടെ എടുക്കണം എന്നും പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരാൾ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ തീറ്റ് നിങ്ങളൊന്ന് നോക്കൂ. ഇതിൽ ഞാൻ എന്ത് മ്യൂസിക് ആഡ് ചെയ്യുന്നൊന്ന് ആരെങ്കിലും പറഞ്ഞു തരണം. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ നെക്സ്റ്റ് ലോട്ടസ് ബിസ്കോഫ് ന്യൂട്ടല്ല പൊട്ടിച്ചു. ഫസ്റ്റ് അത് അച്ഛൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ അതും നമ്മളെല്ലാവരും ട്രൈ ചെയ്തു. അതിൻ്റെ വീഡിയോ എല്ലാവരും എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ മസ്റ്റാണല്ലോ സ്ക്രീനിൽ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം സെൽഫി മോഡലൊക്കെ ഇട്ട് കഴിച്ചു. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഗണപതിക്കെന്ന പോലെ ആദ്യവും അവസാനവും എൻ്റെ കൈകൊണ്ട് തന്നെയായിരുന്നു. ആ ചോക്ലേറ്റ് കുനാഫയെ കഴിച്ച് മടുത്ത്. അപ്പം ഇനി എന്തെങ്കിലും ഇച്ചിരി സ്പൈസി ആയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് ആ മോമോ ജാനിൽ പോവാണ്. അപ്പം നമ്മളിത് കഴിക്കാൻ പോവാണ്. അവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകാനായിട്ട്. എല്ലാവരും ഉണ്ട്, ഫാമിലി ഫുള്ളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കഴിക്കാൻ പോകും. എല്ലാവരും കഴിച്ച് മത്തടിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പൈസി ആയിട്ട് എന്തെങ്കിലും ചെന്നേ പറ്റും. അപ്പം അങ്ങനെ പോവാം. എടാ ഫ്രൈഡ് വേണോ സ്റ്റീംഡ് വേണോ? ഫ്രൈഡ് മതിയാ? സ്റ്റീംഡാ? ഇല്ല, ഇവിടെ ഫ്രൈഡേ ഉള്ളൂ. ഫ്രൈഡ് ഇത് പിന്നെ എല്ലാം കൊള്ളത്തിലാന്ന് പറയുന്നത് നമ്മളാരും മൈൻഡ് ചെയ്തില്ല. നമ്മൾ ഫ്രൈഡ് മോമോസ് തന്നെ എടുത്തു. ഫ്രൈഡ് മതിയല്ലേ? സോസ് കൂടുതലാണ്.
നമ്മുടെ മോമോസ് ആണ് ഈ കിടന്ന് തിളച്ചോണ്ടിരിക്കുന്നേ. കൈയായി വന്നിട്ടുണ്ട്, അപ്പൊ എടുക്കുമായിരിക്കും. ഇയാൾ ഇത്രയും ആവേശത്തിൽ ചുടുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിൽക്കുന്നത് കണ്ടെങ്കിൽ ത്രില്ലായി. ഇപ്പം കൊണ്ട് തരുമെന്ന് വിചാരിച്ചു നിന്നാൽ ഞാനിപ്പോൾ മധുരം കഴിച്ച് മത്തടിച്ചിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി എരി എങ്ങനെയെങ്കിലും വായി ചെന്നേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് മോമോസ് കൈ കിട്ടി. നല്ല ചൂട് മോമോസ് ആയിരുന്നു. ഇപ്പം ഇനി ഇത് തണുക്കുന്നവരെ അടുത്ത വെയിറ്റ് ചെയ്യണം. അങ്ങനെ വിശാലമായിട്ട് കഴിച്ച് മത്തടിയെല്ലാം മാറ്റിയിട്ട് നമ്മൾ പോവാണ്. മോമോസ് ഒക്കെ കഴിച്ചു, ഇനി തിരിച്ചു പോവാണ്. ഇപ്പം സമയം 8:40. അപ്പം നമ്മളിനി പോവാണ്, ക്രോസ് ചെയ്തിന് വണ്ടി കയറി പോവാണ്. നല്ലപോലെ അറിയാൻ പറ്റും. ഗൈസ് അങ്ങനെ എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. എനിക്കൊന്ന് ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എത്തിയിരിക്കുവാണ്. എല്ലാവരും അയ്യോ ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ഇവളുടെ ഹെയർ സ്റ്റൈൽ കണ്ടത് ഞാൻ കെട്ടിക്കൊടുത്തേന് കൊള്ളാവും. ഓക്കെ ഗൈസ് ബൈ. ഇപ്പോൾ പോവും. ഇനി ഒരു സെൽഫിയും കൂടെ എടുത്തതിന് ശേഷം ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കും. ഓക്കെ ബൈ. ഗുരുവന്ദൻ നിങ്ങളോ ഒരു ബൈ പറയടാ, ഒരു ബൈ പറ ഗുരുവന്ദന. ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഒന്നും കൂടെ പറ. ഇവ എന്തായാലും പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുവാണ്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ വീഡിയോ ലൈക്കും കൂടെ ചെയ്യണം.